ഹാവൽസിൻ്റെ ഈ ഒരു സ്ട്രൈറ്റ്നർ ആട്ടോ ഞാൻ തലമുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ഇതൊരു പിങ്ക് ഷെയ്ഡായിട്ട് വരുന്നത്. ഇതൊരു 500 സംതിങ് രൂപയ്ക്ക്, 500 രൂപയ്ക്ക് കഴിഞ്ഞ ദസറേൻ്റെ സമയത്ത്, ഒക്ടോബർ സമയത്ത് ദസറേൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ. ആ സമയത്ത് ഓർഡർ ചെയ്ത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്, ഓഫ് ഓൺ എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാം, ഓൺ ആക്കാം. എന്നിട്ട് ഇവിടെ ലോക്ക്, ബാക്കിലൊരു ലോക്ക് അൺലോക്ക് ഉണ്ട്, അത് അൺലോക്ക് ആക്കി കൊടുക്കാം, താഴോട്ടേക്ക് ആക്കാം. അപ്പോൾ ഇതിങ്ങനെ വിടർന്ന് വരും. ആദ്യം ഇതിങ്ങനെ അല്ലായിരുന്നു, ഇതിപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെ ഉണ്ടെന്ന്, വേർത്താണോ അല്ലയോ നോക്കാം. നമുക്ക് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നു കൂടെ ഞാൻ പറഞ്ഞു തരാവേ. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രീസി ആയിട്ടുള്ള തലമുടി കേട്ടോ. എൻ്റെ മെനകെട്ട രീതിയിൽ ഇതിപ്പോൾ ഇരിക്കുന്നത്. കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടിയെടുത്ത് നിൽക്കത്തില്ല, ഇവിടേക്ക് ഇങ്ങനെ തന്നെ നിൽക്കും. ഒരു ആവേശത്തിന് മുമ്പിൽ മുറിച്ചിട്ടതാണ്, എന്നിട്ട് കണ്ണിലോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ തന്നെ മനസ്സിലിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്ലൈഡ് കുത്തിയ ഭംഗിയുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ചെയ്തിടുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്ട്രൈറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. കുറച്ചെടുത്തിട്ട് സ്ട്രൈറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല ഇതിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഒറ്റ ടെമ്പറേച്ചറേ ഉള്ളൂ. അതായത് നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ ഈ കയ്യിൽ ഗ്ലൗസ് ഇടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട്. പിന്നെ എപ്പോഴും സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, തലമുടിയിൽ ഓയിലൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ വന്നാലേ കുറച്ചും കൂടെ നല്ല ലാസ്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഞാനിപ്പോൾ രണ്ടായിട്ട് തലമുടിനെ ചീപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് മെനക്കെടാൻ വേണ്ടി വയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടേ. ഞാൻ തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകും, വിഷമിക്കണ്ട, കുറച്ചൊക്കെ പോകത്തുള്ളൂ. വൃത്തിക്ക് കിടക്കുമല്ലോ, കുറച്ച് പൊഴിഞ്ഞാലെന്ത്, വൃത്തിക്ക് കിടക്കുമല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. അത്ര സുഖമുള്ള പരിപാടി ഒന്നുമില്ല കേട്ടോ, അതൊന്നും മടുക്കും. ഒന്നാമതെ മുകളിൽ നിന്ന് ഇത് സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടല്ലോ. ഒന്നാമതെ ചൂട് കാലം, എൻ്റെ കൂടത്തിൽ ഈ ചൂട്, എവിടെ നിന്നും ചൂട്. വൃത്തിക്ക് കിടക്കേണ്ടത് ആവശ്യമാണ്, ഇതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നത്. ഒരു ഒരുപാട് ചെറിയ സെക്ഷൻ എടുത്തിട്ടല്ല സ്ട്രൈറ്റ് ചെയ്തത്. എളുപ്പപ്പണി നോക്കിയിട്ട് വലുതായിട്ട് തന്നെ ഞാൻ സ്ട്രൈറ്റ് ചെയ്തത്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണിത്. ഇത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഹെയർ സിറം മാത്രമേ ഉള്ളൂ. ഞാൻ സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ സിറം കാണിച്ചു തരാം, അത് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇതുകൊണ്ടോ, സ്ട്രീക്സിൻ്റെ പച്ച കളറുള്ള ഹെയർ സിറമാണ് കേട്ടോ എടുക്കുന്നത്. 2 ഡ്രോപ്പ് എടുക്കുക. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഷൈന് കിട്ടും. തലമുടി ഒന്ന് വെട്ടിത്തിളങ്ങും, തിളങ്ങും. നേരത്തെ ഒരുമാതിരി ഇതായിരുന്നില്ല. പിന്നെ ഒരു സ്മെല്ല് വേണം കേട്ടോ. ഇത് നല്ലൊരു സ്മെല്ല് കിട്ടും. അതുകൊണ്ട് തല കുളിക്കാതെ ചെയ്താലും സ്മെല്ല് അത്യാവശ്യം നിൽക്കും. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ആരെങ്കിലും ഈ ഹാവൽസിൻ്റെ സ്ട്രൈറ്റ്നർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടതാണ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം. 2 ദിവസം 3 ദിവസമൊന്നും നിൽക്കില്ല കേട്ടോ. ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ, 9-10 മണിക്കൂറൊക്കെ നിൽക്കും. ഹെയർ സിറം കൂടെ അപ്ലൈ ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ കണ്ണിലോട്ട് വരുന്ന പ്രശ്നം തീർന്നു. ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി കാണാമോ എന്നറിയത്തില്ല. ഈ കണ്ട തലമുടിയൊക്കെ ഞാൻ ഈ സ്ട്രൈറ്റ് ചെയ്തപ്പോൾ കൊഴിഞ്ഞത് കേട്ടോ. ഹെയർ ലോസ് ഒക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, എനിക്കിനി ഹെയർ ലോസ് ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്കിങ്ങനെ സംഭവിച്ചേ.